മറ്റൊരു ദുരന്ത വാർത്ത കൂടിയുണ്ട്. തൃശൂർ ചെറുതുരുത്തി പൈങ്കുളത്ത് ഒഴുക്കിൽപ്പെട്ട് മരിച്ച 4 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ചെറുതുരുത്തി സ്വദേശികളായ ഷാഹിന, പാത്തു, സാറ, കബീർ, ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാദ് എന്നിവരാണ് മരിച്ചത്. വിവരങ്ങളുമായിട്ട് ജി പ്രസാദ് കുമാർ ചേരുന്നുണ്ട്. പ്രസാദെ, വളരെ ചെറുതുരുത്തിയിൽ വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. സംസ്കാര നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ആ നാട് എങ്ങനെ സഹിക്കുന്നു ഇത്തരമൊരു ദുരന്തത്തെ? നാട്ടിലെ വളരെ ദുഃഖകരമായ ഒരു സ്ഥിതിയാണ്. ഒരു കുടുംബത്തിലെ 4 പേരാണ് ഇവിടെ ഇന്നലെ വൈകുന്നേരം ഇല്ലാതായിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്താണ് ഭാരതപ്പുഴയിലെ അവർ കുളിക്കാനായിട്ട് പോയതാണ്. കുടുംബത്തോടെ കൂടുതൽ പേരുണ്ടായിരുന്നു. പക്ഷേ ഈ 4 പേരാണ് ഒഴുക്കിൽപ്പെട്ട് കുട്ടിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് കബീറും മറ്റും ഒഴുക്കിൽപ്പെട്ട് മുങ്ങി താഴ്ന്നു പോകുന്നത്. ഇവിടെ മൃതദേഹം തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം 4 മൃതദേഹങ്ങളും ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കാണുന്ന അവിടെയാണ് ആ വീട്. അവിടെ അല്പനേരം പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെ കൂടി സംസ്കരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ ജുമയ്ക്ക് മുൻപേ തന്നെ, വെള്ളിയാഴ്ചയാണ്, ജുമയ്ക്ക് മുൻപേ തന്നെ സംസ്കാരം നടത്താനുള്ള ഒരു ആലോചന ഉണ്ടായിരുന്നു 12 മണിയോടെ. പക്ഷേ അത് നടക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്, ചെറുതുരുത്തി മുൻ പ്രസിഡന്റ് ഉണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ബോഡി ഏകദേശം ഒരു മണിക്കൂറിനകത്ത് ഇവിടെ എത്തിച്ചേരും. 4 ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യൽ അവസാനിച്ചിട്ടുണ്ട്. അവിടെ മെഡിക്കൽ കോളേജിന് തൊട്ടടുത്തുള്ള പള്ളികളിൽ അതിൻ്റെ കുളിപ്പിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ ഇവിടെ ഒരു മണിക്കൂറിനും ഒരു 11 മണിയോടുകൂടെ 4 മൃതശരീരവും 4 മയ്യത്തുകളും ഇവിടെ എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചക്കുള്ള പ്രാർത്ഥനയുടെ സമയമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 3 പേരെ വെട്ടിക്കാട്ടിരി, തൊട്ടടുത്തുള്ള വെട്ടിക്കാട്ടിരി ഖബർസ്ഥാനിലാണ് മറവ് ചെയ്യുന്നത്. അപ്പോൾ 3 പേർക്കുള്ള ഖബർ തയ്യാറാവുന്നതിന് വേണ്ടിയും, ഒരാളൊക്കെയാണെങ്കിൽ അവിടെ മുൻകൂട്ടി തയ്യാറാക്കിയ ഖബറുണ്ട്. ഇത് 3 പേർക്കായതുകൊണ്ട് അത് തയ്യാറാക്കുന്നതിനുള്ള കുറച്ച് സമയം കൂടെ എടുക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥനാ സമയം കഴിഞ്ഞ് 2 മണിയോടുകൂടെ ബോഡികൾ സംസ്കരിക്കുന്നതിന് വേണ്ടി എടുക്കണമെന്നാണ് ഇപ്പോൾ ധാരണയിലെത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് 2 മണിക്ക് ശേഷം ഇവിടുന്ന് വെട്ടിക്കാട്ടിരി പള്ളിയിലേക്ക്, മറ്റ് ഫുവാൻ്റെ ചേലക്കരയിലെ പള്ളിയിലേക്കുമാണ് കൊണ്ടുപോവുക. എന്തായാലും ഇവിടെ ധാരാളം ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുടെ കുടുംബക്കാരെല്ലാം തന്നെ ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ള അവരെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ നേരത്തെ തന്നെ ആളുകൾ ഇങ്ങോട്ട് ഒഴുകുന്നുണ്ട്. കാരണം ഇത്തരം ഒരു സ്ഥിരം പോകുന്നൊരു കുളിക്കാൻ പോകുന്നൊരു സ്ഥലമാണ്. കുട്ടികൾക്കും മറ്റും നീന്തി തുടിക്കാനും മറ്റും ആസ്വദിക്കാൻ പറ്റുന്ന സ്ഥലം എന്നുള്ള രീതിയിൽ, വലിയ തിരക്കില്ലാത്ത എന്നാൽ പ്രശ്നമല്ലാത്തൊരു സ്ഥലം എന്ന രീതിയിലാണ് ഈ പൈങ്കുളം ഭാഗത്തെ കടവിലേക്ക് പോയത്. പക്ഷേ അതൊരു ദുരന്തമായി പോയി. മാർഷൽ, അഭിലാഷ്.